ദൈവം ചരിത്രത്തിലേക്ക് വന്ന കഥയാണ് ക്രിസ്തുമസ്. ലോകത്തിലെ ഏറ്റവും വലിയ ജന്മദിന ആഘോഷമാണിത്. ക്രിസ്മസ് വെറും ഒരു ആഘോഷമല്ല, അതൊരു അനുഭൂതിയാണ്. എഡ്നാ ഫേർട്ടറുടെ വാക്കുകൾ ഞാനിപ്പോൾ അനുസ്മരിക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും ക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, മറിച്ച് നന്മയുടെ പാഠങ്ങളായ സ്നേഹം, സഹിഷ്ണുത, സഹോദര്യം, അതിലുപരി മനുഷ്യത്വവും മാനവികതയുമാണ്. ദൈവം നമുക്ക് തന്നെ ഏറ്റവും വലിയ കരുണയാണ് സുപുത്രനായ യേശു ക്രിസ്തു. ദൈവം നിസ്സാരനായ ഒരു മനുഷ്യന് വേണ്ടി ചെയ്തത് എന്തോ, അത് നിസ്സാരനായ ഒരു മനുഷ്യൻ തന്റെ സഹോദരിന് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ ക്രിസ്തു ജനിക്കുന്നു. സ്വാർത്ഥത മൂലം പാപം ചെയ്ത് മൃഗത്തിന്റെ നിലയിലേക്ക് കഥം പതിച്ച ഈ യുവജനത്തെ ത്യാഗം കൊണ്ട് വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി ദൈവം ഭൂമിയിൽ അവതരിച്ചു. ആ വലിയ സാക്ഷ്യമാണ് ക്രിസ്തുമസ്. യേശു ക്രിസ്തുവിന്റെ രാജാതി രാജന്റെ ജനനം മാളികയിലോ മഹാസൗധത്തിലോ ആയിരുന്നില്ല, മറിച്ച് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ നാം ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടിന്റെ അത്രയും പോലും ഭംഗിയോ ദൃഢതയോ ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്തിൽ. ഇതിലൂടെ ക്രിസ്തുമസ് നമ്മളെ പഠിപ്പിക്കുന്ന വിലമതിക്കാനാവാത്ത ഒരു പാഠമുണ്ട്. എളിമയുള്ളവർ ആയിരിക്കുക എന്നത്. മനുഷ്യന്റെ സാധ്യതകളിലേക്കും ഇല്ലായ്മകളിലേക്കും കർത്താവിനെ എടുത്തുചാടലാണ് ക്രിസ്തുമസ് എന്ന് പോപ്പ് അലക്സാണ്ടർ പറഞ്ഞത് ഞാൻ അനുസ്മരിക്കുന്നു. ദൈവം എന്തൊരു മനുഷ്യനായി എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും ലളിതമായ ഉത്തരം കുർബാന ആകുക എന്നതാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള അതിയായ ആഗ്രഹവും അവരുടെ ഇടയിൽ വസിക്കാനുള്ള ഇഷ്ടവുമാണ് ദൈവത്തെ കുർബാനയാക്കി തീർത്തത്. പോപ്പ് അലക്സാണ്ടർ പറയുന്നത് പോലെ, 1000 ഉണ്ണിമിശിഹായാൽ 1000 പുൽക്കൂട്ടി ജനിച്ചാലും അവിടുന്ന് എൻ്റെ ഉള്ളിൽ ജനിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. അതെ, നമ്മുടെ ഉള്ളിലും തിരുപ്പിറവി നടക്കണം. വസ്ത്രവും പാർപ്പിടവും ഇല്ലാത്തവന്റെ ഹൃദയം തുമ്പുന്നതിനാണ് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പണം നൽകി, ആരോഗ്യം നൽകി, സമയം നൽകി നമുക്കവരെ സഹായിക്കണം. അതാണ് ഓരോ ക്രിസ്മസും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയായ നക്ഷത്രമായി മാറാൻ നമുക്ക് സാധിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ, സ്നേഹത്തിന്റെ നക്ഷത്രമായി നാം ഉദിക്കണം. അപരന്റെ കണ്ണിൽ ദൈവത്തെ കാണാൻ സാധിക്കണം. ദൈവത്തിൽ മനുഷ്യനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് പിറക്കുന്ന ഓരോ കുഞ്ഞും ഉദ്ഘോഷിക്കുന്നതെന്ന് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് ഞാൻ അനുസ്മരിക്കുന്നു. വികസനത്തിന്റെ ചിറകിലേറിനിൽക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തി ദൈവം ലോകത്തിലേക്ക് അയക്കുന്ന സ്നേഹ സമ്മാനങ്ങളായ ഓരോ കുഞ്ഞുങ്ങളെയും ഉദരത്തിൽ വെച്ച് തന്നെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന മാനവികതയുടെ കാടത്തം നിറഞ്ഞ ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ജ്ഞാനികളെ പോലെ നമുക്കും അവർക്കൊരു വഴികാട്ടിയായി മാറാൻ ശ്രമിക്കാം. മാലാഖമാർ പാടി, Glory to God in the highest and on earth peace to people in goodwill. സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്ക് നന്മയുള്ളവരായിരിക്കാം, സമാധാനം താനെ വന്നുകൊള്ളും. നോമ്പ് നോറ്റിയും സുഹൃതങ്ങൾ ചെയ്തും ഉണ്ണിമിശിഹായെ ഹൃദയത്തിലേക്ക് വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി.